ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള എനിക്കിഷ്ടപ്പെട്ട ബുഗൻവില്ലയിൽ രണ്ട് ബുഗൻവില്ലയായിട്ടാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ ഒരെണ്ണവും പിന്നെ ഈ കാണുന്ന ഈ ഒരെണ്ണം. ഇതാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള എനിക്കിഷ്ടപ്പെട്ട രണ്ട് ബുഗൻവില്ല. ഇവിടെ കുറേ എണ്ണം ഉണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് ചെടികളാണ് ഇത് കേട്ടോ. ഇത് ആദ്യം ഞങ്ങൾ വേറൊരു പോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, വേറൊരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളിത് മാറ്റിയിട്ട് ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് വെച്ചു. പുതിയത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് വെച്ചു. അപ്പോൾ അതിന് ശേഷം കണ്ടോ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കണ്ടോ അതിൻ്റെ ഇതിൻ്റെ ഷെഡിൻ്റെ മുകളിലേക്ക് ആണ് ഞങ്ങളിപ്പോൾ അത് പടർത്തുന്നത്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെയിലും കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. ഓൾറെഡി എനിക്ക് ബുഗൻവില്ല പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണിത്. കണ്ടോ ഇത് ഫുള്ള് പൂക്കളുണ്ടായി തുടങ്ങി. ഒന്നാമത്തേൽ ഇപ്പോൾ സമ്മറല്ല, അപ്പോൾ നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെടിച്ചട്ടി മാറ്റി നട്ടപ്പോൾ മുകളിലേക്ക് ഞങ്ങൾ കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ശരിക്കും മുകളിലേക്ക് അത് പടർന്നു തുടങ്ങി. മുകളിലും പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും ഇത് കാണാൻ വേറെ ഏത് ചെടിയേക്കാളും ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ആ സൈഡിലേക്ക് വയ്ക്കും, മുകളിലേക്ക് വയ്ക്കും ആയി തുടങ്ങി. ഇതിപ്പോൾ ഞങ്ങൾ വിചാരിക്കണത് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് പടർത്താനാണ് വിചാരിക്കണത്. കണ്ടോ ഈ ചെടിക്ക് അത്യാവശ്യം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് തന്നെ ഏകദേശം ഒരു 3-4 വർഷമായിട്ടുണ്ട് ഈ ചെടി കൊണ്ടുവന്നിട്ട്. അപ്പോൾ എന്ത് രസമായിട്ട് ഇപ്പോൾ പൂക്കളുണ്ടായിക്കണ്. ശരിക്കും നന്നായിട്ട് പൂക്കളുണ്ടായി തുടങ്ങി. അപ്പോൾ ഇത് മാറ്റി നടുമ്പോൾ പൂക്കളുണ്ടാവാനുള്ള കുറച്ച് വളവും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ശരിക്ക് പൂക്കളുണ്ടായി തുടങ്ങി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സമയത്തും പൂക്കളുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചെടി പറഞ്ഞില്ലേ, ഇതുണ്ടായി വരണുള്ളൂ. ഈ ചെടി അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. കളറൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. പക്ഷേ ഇത് ഇപ്പം അതേ പൂക്കളൊക്കെയും ഉണ്ടായി വരണുള്ളൂ. ഇതും നിറച്ച് പൂക്കളുണ്ടാവും. ഇതും മുകളിലേക്ക് ഈ ചെടിച്ചട്ടി മാറ്റിയിട്ട് മുകളിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും മുകളിലേക്ക് പടർത്താൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇതുമ്മിലൊക്കെയും നന്നായിട്ട് പൂക്കളുണ്ടായി തുടങ്ങി. പിന്നെ 1-2 ആഴ്ച ആകുമ്പോഴേക്കും നിറച്ച് പൂക്കളായിരിക്കും. നമ്മൾ പറയില്ല ഇല കാണില്ല, അതേപോലെ പൂക്കൾ നിറയും ഇതിൽ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണിത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനും നമുക്ക് എന്താ പറയുക അധികം പ്രത്യേകിച്ച് എന്താ പറയുക വലിയ സ്പെഷ്യലായിട്ടുള്ള കെയറിങ് സംഭവങ്ങളൊന്നും ചെയ്യണമെന്നില്ല. പക്ഷെ എന്നാലും നന്നായിട്ടിത് ഉണ്ടാവുന്നുണ്ട്. മെയിൻ റീസൺ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുഗൻവില്ലയിൽ ഇതിനേക്കാളും ഭംഗികളുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതാണ്. നന്നായിട്ട് പൂക്കളുണ്ടായി തുടങ്ങി. സംഭവം പൂക്കളൊക്കെ ഉണ്ടായാലും ഇത് കൊഴിഞ്ഞ് പൂക്കളുണ്ടായി ഇതിൻ്റെ പൂക്കൾ ഇത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ചടങ്ങ് തന്നെയാണ്. ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് എന്താ പറയുക ആകെ കാറ്റിൽ അവിടേക്കൊക്കെ ഫുള്ള് സ്പ്രെഡായി പോവും. പക്ഷെ എന്നാലും ഇത് ഉണ്ടായി നിൽക്കണ കാണാൻ പറഞ്ഞില്ലേ പ്രത്യേക ഒരു ഭംഗിയാണ്. നിറച്ച് പൂക്കളുണ്ടാവും. നമ്മൾ പറയില്ലേ അല്ല കാണാനില്ല, അത്രയധികം പൂക്കളുണ്ടാവും. അപ്പോൾ ശരിക്കും പൂക്കളുണ്ടാവുന്നൊരു സമയമാണ് സമ്മർ. ശരിക്കും ഇത് പറയണത് ഇതിന് അധികം ഒഴിക്കാൻ പാടില്ല എന്ന് പറയാം. ശരിക്കും ഇത് എന്താ പറയുക വെള്ളം 1 ടൈം നമ്മൾ ഒഴിച്ചിട്ട് വെള്ളം ആ ചെടി ശരിക്ക് വാടിയ പോലെയും അപ്പോൾ വെള്ളം കൊടുക്കുക അതേപോലെ. അപ്പോഴാണ് ശരിക്കും നന്നായിട്ട് പൂക്കളുണ്ടാവുക. കണ്ട ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്ക് ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളർ റെഡ് അല്ല ഒരു വൈറ്റ് ഒരു ഫ്ലവർ പോലെ അതിങ്ങനെ ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ആ വൈറ്റ്.
ആ ഒരു ചെടിക്ക് ആ ഒരു വൈറ്റ് കളറില്ല കേട്ടോ. ഉണ്ട് വൈറ്റ് പൂക്കൾ അതിനും ഉണ്ട്. അത് ശരിക്കും വിടർന്ന് വരുമ്പോഴാണ് അത് വരുന്നത്. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പൂക്കളായിരിക്കും.